അല്ല, ഞാനത് കണ്ടിട്ടില്ല. കണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ദേശീയ വിഷയമായതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആദ്യം ആ വിഷയത്തിൽ പ്രതികരണം നടത്തും. പാർട്ടി നേരത്തെ തന്നെ നിലപാട് പറഞ്ഞതാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യർ വോട്ടർമാരായി നിലകൊള്ളുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കാനും ഒക്കെയുള്ള ബാധ്യത ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട്. ആ ബാധ്യത പൊതുവെ നിറവേറ്റപ്പെടണം. മറ്റു കാര്യങ്ങളിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആ ചുമതല വഹിക്കുന്ന സമയത്ത് ഇപ്പോൾ കയറി പറയുന്നത് ഉചിതമല്ല. എന്തായാലും ഒരു കാര്യം, വളരെ ഗൗരവത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകണം. ഓരോ മനുഷ്യനും, ഓരോ പൗരനും ആര് ജനപ്രതിനിധിയാകണം, ആര് നാട് ഭരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ജനവികാരത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ഫലം പാറ്റേൺ വരുന്ന നിലയിലേക്കുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകണം. അതിന് വഴിയൊരുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, രാജ്യം ഭരിക്കുന്ന സർക്കാരാണ്. ഇതിലൂടെ സംസ്ഥാനത്ത് നിർവഹിക്കാൻ അത് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇപ്പം ഞാനല്ലല്ലോ പറയേണ്ടത്. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പ് ആ കാര്യം പറയും. അല്ല, പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പ് മറ്റു കാര്യങ്ങൾ പറയും. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമാണല്ലോ, അതിലിപ്പോൾ ആർക്കും സംശയമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്നുള്ളതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. മറ്റു കാര്യങ്ങൾ പാർട്ടി നേതൃത്വമാണ്. ഞാനൊന്നത് കണ്ടിട്ടില്ല, പ്രസ് മീറ്റ് കണ്ടിട്ടില്ല. അതിപ്പോൾ ഓരോ ദിവസം ഓരോന്ന് പുകയല്ലോ. ഈ പുകച്ചിലിനിടയിൽ ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്ത് പുകച്ചിലും വന്നാലും, എങ്ങനെ പുറത്തേ അടിക്കാൻ ശ്രമിച്ചാലും പാർട്ടി ശരിയായ നിലയിലാണ് മുന്നോട്ട് പോവുക. അതപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റേതായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയും. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി പാർട്ടി ലീഡർഷിപ്പ് പറയേണ്ട കാര്യങ്ങൾ. ഞാൻ രാവിലെ മുതലേ ഓട്ടത്തിലാണ്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ള അറിയില്ല. നമ്മൾ പലതിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇന്നും പല കുട്ടികളെ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ കാണാനിടയാണ്. രാജിവെക്കണം എന്താ പറഞ്ഞേ? ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ഇത് സാധിക്കുമെന്ന് ആർക്കെതിരെ? അത് പാലാരിവട്ടം എന്ന് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഇപ്പം ഇങ്ങനെ പറയുന്നത്. എന്താണ് പാലാരിവട്ടം എന്നൊന്ന് വിശദീകരിച്ച് മുസ്ലിം ലീഗിനിട്ടൊരു കൊട്ട് കൊട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. രണ്ടാണ്. ഒന്ന് നിർമ്മാണം നടക്കുന്ന സമയത്തുള്ള പ്രശ്നമാണ്, മറ്റൊന്ന് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അത് പാലം നിർമ്മാണത്തിന് ശേഷമുള്ള സംഭവങ്ങളും അതിനു മുമ്പ് മൊബിലൈസേഷൻ തുകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാന്ന് എല്ലാവർക്കും അറിയാം. പറയുന്ന കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനും അറിയാം. പക്ഷേ മുസ്ലിം ലീഗിനിട്ടൊരു കൊട്ട് കൊട്ടാൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് പറ്റിക്കുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ റിപ്പോർട്ട് കിട്ടി പരിശോധിച്ച് കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നും പറയുകയാണ്. അപ്പോൾ നടപടി എടുക്കുന്ന ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ 9 കൊല്ലം, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, 9.25 കൊല്ലം തെറ്റായ പ്രവണതയുടെ ഭാഗമായി നിലപാട് സ്വീകരിച്ചവർക്കെതിരെ കർശന സമീപനമാണ് LDF സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നടപടി സ്വീകരിച്ചവരുടെ ഒരു പട്ടിക എടുത്ത് പരിശോധിച്ചാൽ ഒരു അഖിലേന്ത്യാ സമ്മേളനം നടത്താനുള്ള ആളുണ്ടാവും. അപ്പോൾ അത് LDFിൻ്റെ പ്രത്യേകതയാണ്. LDF അതിലൊക്കെ എടുക്കുന്ന സമീപനം എല്ലാവർക്കും അറിയാം. നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കും. തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരായാലും കരാറുകാരായാലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത സർക്കാരാണ് LDF സർക്കാർ. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടതുണ്ട്. നിർമ്മാണ സമയത്ത് മാനുവലായിട്ടുള്ള പ്രശ്നങ്ങൾ, കൃത്യവിലോപത്തിൻ്റെ ഭാഗമായോ മറ്റോ ഒക്കെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടില്ല നമ്മൾ നടപടിയെടുത്ത് പോകണം. എന്നാൽ യന്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് എടുത്ത് പരിശോധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇതിന് ഒരു കർക്കശമായ സമീപനം സ്വീകരിക്കണം. ഇപ്പോൾ PWD മാനുവലുള്ള ചില നിർദ്ദേശങ്ങൾ പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള എക്സ്പേർട്ടുകളെ
അതുപോലെ തന്നെ IIT, NIT പോലുള്ള മേഖലയുള്ളവരുടെ ഒക്കെ സഹായത്താൽ ഒരു നിലപാടുമായിട്ട് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സാധ്യമാകുന്ന എല്ലാ കാര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് കിട്ടിയെന്നിങ്ങനെ ചാനലിൽ ഞാൻ വായിച്ചു കണ്ടു എന്നല്ലാതെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കിതുവരെയും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ പരിശോധിക്കാം, പരിശോധിച്ച് എങ്ങനെയാണോ ആക്ഷൻ വിഷയങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം. അല്ല, റിപ്പോർട്ട് ഇത് കുറച്ച് നോക്കി വായിച്ച് അവർക്ക് ഇതിൻ്റെ ഓരോ കാര്യവും പരിശോധിച്ച് പറയണല്ലോ. അങ്ങനെ പരിശോധിച്ച് അവർ തരട്ടെ, തന്നതിന് ശേഷം പരിശോധിക്കാം.